ഹായ് എല്ലാവർക്കും എന്നോട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ഫ്രോക്ക് നൈറ്റീസ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത്. ഒരു 5 ഫ്രോക്ക് നൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഫ്രോക്ക് നൈറ്റി ഇട്ടിട്ടായിരിക്കും വീഡിയോ ചെയ്യാറ്. അപ്പോൾ ആ ഒരു ഫ്രോക്ക് നൈറ്റി ഇടുന്ന ദിവസം 1-2 കമൻറ്റെങ്കിലും കാണും ഞാൻ വാങ്ങിക്കുന്ന ഫ്രോക്ക് നൈറ്റീസ് എവിടെ നിന്നാണെന്നുള്ളത്. ഞാൻ വാങ്ങുന്നത് ഷാർജയിൽ നിന്ന് തന്നെയാണ്. ഇന്നൊരു 5 ഫ്രോക്ക് നൈറ്റി ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് പരസ്യമൊന്നുമല്ല, ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പരസ്യമായിട്ടൊന്നും ആരും കാണണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇത് വാങ്ങാനെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കാണെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ആ ഒരു ഷോപ്പിൻ്റെ പേരൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇനിയുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണല്ലോ. അപ്പോൾ ചൂടുള്ള കാലാവസ്ഥയിൽ ഇടാൻ പറ്റുന്ന നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസ് ആണ് ഇന്ന് കാണിച്ചു തരുന്നത്. 5 എണ്ണം ഉണ്ട്. അത് ഞാൻ ഓരോന്നേരമായിട്ട് ഇട്ട് കാണിച്ചു തരാമേ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡ്, നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ഫ്രോക്ക് നൈറ്റീസ് ആണ്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയാണ്. പിന്നെ ഇതിൽ വലിയ വട്ടത്തിലൊരു പൂ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിനെപ്പറ്റി പറയാൻ അറിയില്ല, ഡ്രസ്സിനെ പറ്റി. എന്നാൽ എനിക്ക് അറിയാവുന്ന മിതമായിട്ടുള്ള ആ ഒരു അറിവ് വെച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ആണെങ്കിൽ കൈ വന്നിട്ട് പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ കൈ കുറച്ച് വണ്ണമുള്ള കൈ ആണെങ്കിൽ പോലും നല്ല ലൂസായിട്ട് കിടക്കുന്ന പഫ് സ്ലീവ്സ് ആണ്. ഞാൻ ഉപയോഗിക്കുന്നത് എപ്പോഴും XXL ആണ്. പിന്നെ വന്നിട്ട് താഴെയാണെങ്കിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കയ്യുറയും പിച്ചാത്തിയൊക്കെ വേണമെങ്കിൽ ഈ ഒരു പോക്കറ്റിനകത്ത് ഇട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു പോക്കറ്റ് കേട്ടോ. പിന്നെ പുറകിലായിട്ട് ഒരു നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു നോട്ടും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ വന്നിട്ട് ഇതുപോലെ ബ്ലാക്കിൽ പൂക്കളുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ്. പിന്നെ ആണെങ്കിൽ കൈ തണ്ട് പ്ലെയിൻ സ്ലീവ് ആണ്. ഇതാണെങ്കിൽ നമുക്ക് 3XLകാർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ കൈയാണ്. അത്യാവശ്യം എൻ്റെ കൈക്ക് നല്ല വണ്ണമുണ്ട്, എന്നിട്ട് നല്ല ലൂസാണ്. ഇതിന് വന്നിട്ടും നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അകത്ത് വരെ പോകുന്നൊരു പോക്കറ്റാണ്. പിന്നെ പുറകിലാണെങ്കിൽ കെട്ടാനായിട്ട് ഒരു നോട്ടും കൊടുത്തിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് അതാ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഫ്രോക്ക് നൈറ്റിയാണ്. ഇതിൽ വലിയ അതുപോലുള്ള പൂക്കൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് നെക്കിനൊരു പ്രത്യേകത ഉള്ളത് ഒരു വീനെക്ക് പാറ്റേണിലുള്ള ഒരു ഫ്രോക്ക് നൈറ്റി ചെയ്ത്. കയ്യിലാണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള കൈയാണ്. പിന്നെ പുറകിൽ നോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ വന്നിട്ട്. അടുത്ത ഫ്രോക്ക് നൈറ്റി വന്നിട്ട് ഇതുപോലെ ചാണകപ്പച്ചയിൽ ഉള്ളൊരു ഫ്രോക്ക് നൈറ്റിയാണ്. ഇതാ കണ്ട നല്ല ചെറിയ പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ലൈൻ കൊടുത്തിട്ടുണ്ട്. ചാണകപ്പച്ചയെന്നാന്ന് തോന്നിച്ച് പറയുന്നത്, എനിക്ക് അത്ര കളറിൽ വലിയ ഗ്രാഹ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പോക്കറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈയാണ് പ്ലെയിൻ ആയിട്ടുള്ള സ്ലീവാണ്. 3XLകാർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ലീവാണ്. നല്ല ലൂസായിട്ടുള്ള സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയാണ്. ഈ ചൂട് കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രോക്ക് നൈറ്റിയാണ്. അടുത്തത് വന്നിട്ട് ഒരു റെഡ് കളറിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് കളറിൽ വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ്. ഇതിലും കണ്ട നല്ല ചെറിയ പൂക്കൾ കൊടുത്തിട്ടുണ്ട്. റെഡുമായിട്ട് നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ആണല്ലോ. കൈ വന്നിട്ട് പ്ലെയിൻ സ്ലീവാണ് വന്നിരിക്കുന്നത്. ഇതിലും ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകിൽ കെട്ടാനായിട്ടൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. താഴെയാണെങ്കിൽ നല്ല ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഞാൻ വാങ്ങിച്ച ഫ്രോക്ക് നൈറ്റീസ്. 5 എണ്ണം ഉണ്ടായിരുന്നു. 5 കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ഇടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ. ഇതാണെങ്കിൽ നല്ല സുഖമാണ് ഇടാൻ, ചൂട് സമയത്ത് അടിപൊളിയാണ് ഇടാൻ. നിങ്ങൾക്ക് ഈ ഒരു ഫ്രോക്ക് നൈറ്റീസ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് വന്നിട്ട് മെസ്സഞ്ചറിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ എന്തായാലും നിങ്ങളുമായിട്ട് നമ്പറും ഷോപ്പിൻ്റെ പേരും ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.